ഒരു ദിവസം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം കാട്ടിലെ ഒരു വലിയ മരത്തിന്റെ തണലിൽ ഇരുന്ന് അവരെ മനസ്സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും വഴി പഠിപ്പിക്കുകയായിരുന്നു. ശാന്തമായ രംഗം വികസിച്ചപ്പോൾ ഒരു നേർത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ ചുമന്ന് ഒരു അസ്വസ്ഥയായ സ്ത്രീ ദൂരെ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖത്ത് സങ്കടവും നിരാശയും ഉണ്ടായിരുന്നു. താങ്ങാനാവാത്ത ഭാരം ചുമന്നതുപോലെ അവളുടെ ചുവടുകൾ ഭാരമുള്ളതായിരുന്നു. വികാരത്താൽ വിറച്ചുകൊണ്ട് ആ സ്ത്രീ ബുദ്ധനെ സമീപിച്ച് കുഞ്ഞിനെ അവന്റെ കാൽക്കൽ കിടത്തി. എനിക്ക് ഇനി ഈ കുട്ടിയെ പരിപാലിക്കാൻ കഴിയില്ല, നിങ്ങൾ അവനെ സ്വീകരിക്കുക. നിങ്ങൾ ജ്ഞാനിയും ആദരണീയനുമാണ്. തീർച്ചയായും എന്നെക്കാൾ നന്നായി നിങ്ങൾക്ക് അവനെ വളർത്താൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറി. അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടിയ ശിഷ്യന്മാർ ബുദ്ധനെ നോക്കി അവന്റെ മറുപടിക്കായി കാത്തിരുന്നു. എപ്പോഴും ശാന്തനും കരുണാമയനുമായ ബുദ്ധൻ ദയുള്ള കണ്ണുകളോടെ ആ സ്ത്രീയെ നിരീക്ഷിച്ചു. അദ്ദേഹം മൃദുവായി പറഞ്ഞു, സഹോദരി, ഞാൻ ഒരു സന്യാസിയാണ്. എനിക്ക് വീടില്ല, സ്വത്തുക്കളില്ല, ഒരു കുട്ടിയെ പരിപാലിക്കാൻ മാർഗമില്ല. എന്തിനാണ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്? ഇപ്പോൾ കരയുന്ന സ്ത്രീ കൈപ്പോടെ മറുപടി പറഞ്ഞു, എനിക്ക് മറ്റു മാർഗമില്ല. ഈ കുട്ടി എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ്. അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു, എൻ്റെ കുടുംബം അകറ്റി നിർത്തി. എല്ലാ ദിവസവും അതിജീവിക്കാൻ ഒരു പോരാട്ടമാണ്. ഇത്രയും ദുരിതത്തിൽ ഞാൻ അവനെ എങ്ങനെ വളർത്തും? ബുദ്ധൻ ക്ഷമയോടെ കേട്ടു, അവളുടെ വേദന പ്രകടിപ്പിക്കാൻ അനുവദിച്ചു. പിന്നെ സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു, പറയൂ, നിങ്ങളുടെ കഷ്ടപ്പാടിന് കാരണം കുട്ടിയാണോ, അതോ നിങ്ങളുടെ സാഹചര്യങ്ങളുടെയും നിങ്ങളുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ചിന്തകളുടെയും ഭാരമാണോ? അവന്റെ ചോദ്യം കേട്ട് ആ സ്ത്രീ ആശയക്കുഴപ്പത്തിലായി. അവൾ മന്ത്രിച്ചു, ഇത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? എൻ്റെ ഭാരത്തിന്റെ ഉറവിടം അവനാണ്. ബുദ്ധൻ മങ്ങിയ പുഞ്ചിരിയോടെ അടുത്തുള്ള ഒരു കല്ലിലേക്ക് വിരൽ ചൂണ്ടി, ആ കല്ല് ഒരു ദിവസം ചുമന്നാൽ അത് ഭാരമായി തോന്നില്ലേ? അതെ, അവൾ മറുപടി പറഞ്ഞു. ഒരു ആഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം അത് ചുമന്നാൽ അത് കൂടുതൽ ഭാരമായി തോന്നില്ലേ? അതെ, അത് മാറും, അവൾ സമ്മതിച്ചു. ഇനി ഇത് പരിഗണിക്കുക, ബുദ്ധൻ തുടർന്നു. കല്ലിന്റെ ഭാരം മാറുന്നില്ല, നിങ്ങളുടെ ധാരണയും അത് ചുമക്കുന്നതിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയവുമാണ് നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാട് കുട്ടിയിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനസ്സിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ അവനെ ജീവിതത്തിന്റെ ഒരു സമ്മാനമായിട്ടല്ല, മറിച്ച് ഒരു ഭാരമായി കാണുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക, നിങ്ങളുടെ കഷ്ടപ്പാട് സന്തോഷമായി മാറും. ആ സ്ത്രീ ബുദ്ധനെ തുറിച്ചുനോക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ മന്ദഗതിയിലായപ്പോൾ അവളുടെ കണ്ണുനീർ മന്ദഗതിയിലായി. ചുറ്റുമുള്ള പ്രക്ഷുബ്ധതയെക്കുറിച്ച് അറിയാതെ ശാന്തമായി ഉറങ്ങുകയായിരുന്ന തന്റെ കുഞ്ഞിനെ അവൾ നോക്കി. ആദ്യമായി ഒരു ഭാരമല്ല, മറിച്ച് കഴിവുകളും നിഷ്കളങ്കതയും നിറഞ്ഞ ഒരു ചെറിയ ജീവിയാണ് അവൾ കണ്ടത്. ബുദ്ധൻ തുടർന്നു, ഈ കുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് സ്നേഹത്തിലും ക്ഷമയിലും ശക്തിയിലും വളരാനുള്ള അവസരമായിട്ടാണ്. നീരസത്തോടെയല്ല, മറിച്ച് അവനെ പരിപാലിക്കുന്നത് അനുകമ്പയുടെയും നിസ്വാർത്ഥതയുടെയും ഏറ്റവും വലിയ പാഠങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കുമെന്ന അറിവോടെയാണ്. ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ ചേർത്തുപിടിച്ച് വളരെ നേരം നിശബ്ദമായി ഇരുന്നു. അവളുടെ മുഖഭാവം മൃദുവാകുന്നതും അവളുടെ ഭാവം അയഞ്ഞതും അവളുടെ ശ്വാസം സ്ഥിരമാകുന്നതും ശിഷ്യന്മാർ നിരീക്ഷിച്ചു. ഒടുവിൽ അവൾ എഴുന്നേറ്റു. അവളുടെ മുഖം പുതുതായി കണ്ടെത്തിയ ദൃഢനിശ്ചയത്താൽ പ്രകാശിച്ചു. വാഴ്ത്തപ്പെട്ടവനെ, നന്ദി, അവൾ ആഴത്തിൽ കുമ്പിട്ടു പറഞ്ഞു. എനിക്ക് ആവശ്യമായ ശക്തി എൻ്റെ ഉള്ളിലാണെന്ന് ഇപ്പോൾ ഞാൻ കാണുന്നു. എൻ്റെ മകനെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ പരിപാലിക്കും. അവൾ തന്റെ കുഞ്ഞിനെ തൊട്ടിലിൽ പിടിച്ച് നടന്നു പോകുമ്പോൾ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറുന്നു. യഥാർത്ഥ സന്തോഷം ഉത്തരവാദിത്തം ഒഴിവാക്കുന്നതിലൂടെയല്ല, മറിച്ച് ജ്ഞാനത്തോടും അനുകമ്പയോടും കൂടി അത് സ്വീകരിക്കുന്നതിലൂടെയാണ്.